2006 വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ പോലെയാണ് 2026 ചരിത്രം ആവർത്തിച്ച് ശ്രീ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതേ വികാരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വി എസിന് സീറ്റ് നിഷേധിച്ചപ്പോഴാണ് വികാരപ്രകടനം ഉണ്ടായെങ്കിൽ സതീശന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയില്ല എന്ന നില വന്നപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പല MLA-മാർക്ക് ഇപ്പോൾ അവരുടെ മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായത്. ഇവർ മിക്കവരും തന്നെ KC വേണുഗോപാലിൽ നിന്ന് വലിയ സംഖ്യകൾ കൈപ്പറ്റിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ ഉള്ളുകൊണ്ട് സതീശനെ ആഗ്രഹിക്കുന്നവർക്ക് പോലും അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം പണം മുടക്കിയത് വേണുവാണ്. അങ്ങനെ പണപിന്തുണ വേണുവിനും ജനപിന്തുണ സതീശനും എന്ന നില വന്നു. ഒരു തീർപ്പ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ രമേശ് ചെന്നിത്തല വരാമായിരുന്നു. ഇവരെല്ലാവരെക്കാളും ഭരണപരിചയമുള്ളതും പാർലമെൻ്ററി എക്സ്പീരിയൻസ് കൂടുതലുള്ളതും ഘടകകക്ഷികളുമായിട്ട് സാധാരണക്കാരുമായിട്ടൊക്കെ ഊഷ്മളമായിട്ട് പെരുമാറാൻ കഴിവുള്ളതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്പം കൂടി യോഗ്യത ഉള്ളതുമായ ആൾ ചെന്നിത്തലയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് മല്ലന്മാരുടെ ഏറ്റുമുട്ടലിനിടയിൽ അദ്ദേഹത്തിന് ആ രീതിയിൽ പെർഫോം ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ മുകളിലിരിക്കുന്ന ആളുകൾക്ക് കഴിയാതെ പോയി. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ വി എസ് വന്ന പോലത്തെ ഒരു വരവാണ് ഈ സതീശൻ വന്നിട്ടുള്ളത്. 2006 വി എസ് ആയിരുന്നുവെങ്കിൽ 2026 അത് VDS ആണ്. അത്ര വ്യത്യാസമുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ ലീഗുകാരെയും മറ്റ് പാർട്ടിക്കാരെയും നമുക്ക് മറക്കാൻ പറ്റുകയില്ല.